Play fab in yummy chocolate and vanilla crème. ഹലോ കിറ്റി. ഹായ്. ഹലോ കിറ്റി. ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ്. മാത്രമല്ല ഹണിയോട് നന്ദി പറയാനാ വന്നത്. അല്ല, അതെന്ത് കാര്യത്തിനാ നീ ഹണിയോട് താങ്ക്സ് പറയുന്നത്? ആദ്യം പറയട്ടെ, എങ്കിലും നിങ്ങക്ക് കാര്യം മനസ്സിലാവൂ. നീ ഇന്നലെ എന്നെ ഡ്രോയിങ് ചെയ്യാൻ പഠിപ്പിച്ചില്ലേ? അത് കാരണം ഇന്ന് എന്റെ ഡ്രോയിങ് എക്സാമിൽ എനിക്ക് 10ന് 10 കിട്ടി. എന്തോന്ന്? ഹണി നിന്നെ ഡ്രോയിങ് പഠിപ്പിച്ചെന്നോ? അതുകൊണ്ട് കിറ്റിക്ക് ഫുൾ മാർക്ക് കിട്ടിയെന്നോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതിരിക്കട്ടെ, ഹണി നിന്നെ കൊണ്ട് എങ്ങനെയാ സാധിച്ചത്? ഞാൻ മണ്ടൻ തന്നെയാണ്, പക്ഷെ അങ്ങനെ കണ്ടാൽ തോന്നില്ലെന്നേ ഉള്ളൂ. എന്തൊക്കെയാടാ ഈ പറയുന്നത്? നിന്നെ കണ്ടാൽ ആരായാലും മണ്ടനാണെന്നേ വിചാരിക്കൂ. അതെ, നിന്നെ കണ്ട മണ്ടനാണെന്ന് തോന്നുകയും ചെയ്യും. നീ മണ്ടനാണ് താനും. ആയിക്കോട്ടെ, നമ്മൾ തമ്മിൽ ഇനി ഒരു പ്രശ്നം വേണ്ട. എന്ത് കൊന്തെങ്കിലാവട്ടെ, എന്തായാലും ഡ്രോയിങ് പഠിപ്പിച്ച് കൊടുത്തില്ല ഞാൻ. മതി തമ്മിലടിച്ചത്. ഹണി, നീ എന്നെ ഒരുപാട് സഹായിച്ചു. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള പട്ടിക്കുഞ്ഞാണല്ലോ, കാണാൻ നല്ല രസമുണ്ട്. പട്ടിന്ന് വിളിക്കരുത്, ഇവന്റെ പേര് വൈരം എന്നാണ്. ഹണിക്ക് വേണ്ടി ഞാനും ശരണയും കൂടി പോയാ ഇത് വാങ്ങിയത്. വാങ്ങിയ സമയത്തിന് ഞങ്ങളിട്ട പേരാ വൈരം. ആഹാ, കൊള്ളാലോ. താങ്ക് യു കിറ്റി. ഈ പാവക്കുട്ടി നീ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതുകൊണ്ട് ഇനി ഇന്ന് മുതൽ ഇത് എനിക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിരിക്കും. ഇത് തീർച്ചയായിട്ടും ഞാൻ സൂക്ഷിച്ചു വെക്കും. നിങ്ങൾക്കറിയാവോ, എനിക്ക് എക്സാമിന് ടോപ്പ് റാങ്ക് കിട്ടിയതുകൊണ്ട് ഞങ്ങളുടെ സാറ് ഞങ്ങൾക്ക് ഡിന്നർ തരുന്നുണ്ട്. ഹലോ കന്ന സാർ, കിറ്റി എവിടെ പോയി? അനിയാ സണ്ണി, ഇന്നലെ എന്റെ കൂട്ടുകാരനോട് സിറ്റി ഞാനൊന്ന് ചുറ്റി. ഹണിക്ക് സമ്മാനമായി വൈരം കൊടുക്കാൻ പോയിരിക്കുകയാണ് കിറ്റി. അടി കൈ. ഹലോ, അല്ല കിറ്റി എന്തിനാണ് അവന് വൈര സമ്മാനമായിട്ട് കൊടുത്തത്? വഴിയിൽ വെച്ച് എവിടെ എന്റെ 100ന്റെ നോട്ട് പോയി. കിറ്റിക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കൊടുത്ത ഹണി ഹീറോ ആയി. അടി കൈ. കിറ്റിയുടെ ഫ്രണ്ട് ഞാനാണ്. അപ്പൊ ആ വൈരം കിട്ടേണ്ടത് എനിക്കാണ്. ആ വൈരം അവന്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റണം. അതിനെന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ശരി കന്ന സാറേ, ഞാനെന്നാ ഇറങ്ങുകയാണേ. വൈകാതെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടി തരുന്നുണ്ട്. ഹണി, നീ ആ വൈരം നന്നായി സൂക്ഷിച്ചോണേ. അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് ഒരുമിച്ച് കളിക്കാം. ബൈ ബൈ കിറ്റി. ഹായ് ഫ്രണ്ട്സ്. അല്ല സണ്ണി, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഐ എം സോറി. ആദ്യം തന്നെ സോറി പറയാൻ മാത്രം ഇവൻ അത്രയ്ക്ക് വലിയ തെറ്റെന്താണാവോ ചെയ്തത്? നീ വിചാരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ആക്ച്വലി ഞാനിന്നൊരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് നന്മ ചെയ്താലേ നമുക്ക് നന്മ ഉണ്ടാവുള്ളൂ എന്ന് ആ ബുക്കിൽ എഴുതിയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ അമ്മോ, അത്ഭുതം തന്നെ. പക്ഷെ എല്ലാവർക്കും ഇട്ട് പണി കൊടുക്കുന്ന ഇവന് ഇങ്ങനെ ഒരു നല്ല ബുക്ക് എങ്ങനെ കിട്ടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതെ, ഞാനിപ്പോ നന്നായെന്നാ പറഞ്ഞ. ഞാൻ ഇനി എല്ലാവർക്കും നന്മ മാത്രമേ ചെയ്യുള്ളൂ. അതിന് തുടക്കമായിട്ട് ഞാൻ നിനക്കൊരു നന്മ ചെയ്യാൻ പോണു ഹണി. ഇന്ന് മുതൽ നീ എന്റെ യജമാൻ, ഞാൻ നിന്റെ ഭൂതം. ഭൂതോ? അങ്ങനെയാണെങ്കിൽ നിന്റെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ തന്നെ പുറത്തെടുത്തിടണം. അല്ല, സാധനങ്ങളൊക്കെ എന്തിനാ അടുത്ത് പുറത്തിടുന്നേ? അതെന്താന്ന് വെച്ചാലേ ഈ ഭൂതവും പിശാചുക്കളൊക്കെ പാഴ്വസ്തുക്കളുള്ള വീട്ടിലേക്കാണ്. അതുകൊണ്ട് എല്ലാം പുറത്തെടുത്തിടാൻ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ നിനക്ക്? എടാ, ഇവൻ പറയുന്ന ഭൂതമില്ലേ, അത് ജിന്നാണ്. അതെ, ഇന്ന് മുതൽ നീയാണ് എന്റെ ആലംബന. ഞാൻ നിന്റെ അടിമയാണ്. അങ്ങയുടെ ആഗ്രഹം എന്താണെന്ന് പറയൂ ആലംബന. എനിക്കെന്തോ ഇതിൽ കള്ളത്ര ഉള്ളതുപോലെയാ തോന്നുന്നേ. സണ്ണിക്ക് എന്താ ഇത്ര പെട്ടെന്നൊരു മാറ്റം? എനിക്ക് ഇവന്റെ കാര്യത്തിൽ ഒട്ടും വിശ്വാസമില്ല. എന്ത് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ. പറയൂ ഹണി, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഞാൻ അത് ഉടൻ തന്നെ സാധിച്ചു തരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ശരി, ആദ്യം നീ ഒരു കാര്യം എന്നോട് പറ. ഞാൻ നിനക്കിപ്പോ എന്ത് ജോലിയാ തരേണ്ടത്? എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ അത് ഉടനെ ചെയ്യാം. ഓക്കെ, നീ എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് വേണ്ടി പോയൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വാ വേഗം. ഇതൊരു സാധാരണ ജോലിയല്ലേ? സാധാരണ ജോലിയാണെന്നുണ്ടെങ്കിലേ കാല് കുത്തി പോവണ്ട, കൈ കുത്തിപ്പോയി എടുത്തിട്ട് വന്നാ മതി. Feel the fab feel. Splash, slide.
Play Fab in Yummy Chocolate and Vanilla Crème. എനിക്ക് വെള്ളം വേണമെങ്കിൽ ജോലിക്കാർ കൊണ്ടു തരും. ഇപ്പൊ ഈ ഹണിക്ക് ഞാൻ കൊണ്ടുവന്ന് കൊടുക്കേണ്ട അവസ്ഥയായല്ലോ. ആലംബന, ദാ പിടിച്ചോ വെള്ളം. ഇത് വേഗം അങ്ങോട്ട് കുടിക്കൂ. എനിക്ക് വെള്ളമൊന്നും വേണ്ട. ഞാൻ ദാ കുറച്ച് മുമ്പാണ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചത്. അല്ല, പിന്നെ എന്തിനാ അങ്ങ് വെള്ളം ചോദിച്ചത്? നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ ഞാൻ വെള്ളം ചോദിച്ചത്. അത് കുഴപ്പമില്ല. എന്നാ ഈ വെള്ളം ഞാൻ കുടിച്ചോളാം. ആ വൈരം കൈ കിട്ടുന്നവരെ ഒരക്ഷരം പോലും മിണ്ടാൻ പാടില്ല. അത് കിട്ടിയതിനു ശേഷം കളി കാണിച്ചു കൊടുക്കാം. ഹണി, ഞാൻ മുകളിൽ പോയി നിന്റെ റൂം വൃത്തിയാക്കിയിട്ട് വരാം. പക്ഷെ ഇപ്പൊ ഇവിടെ വൃത്തിയാക്കേണ്ടത് മൊത്തം താഴെയാണ്. ആദ്യം ഞാൻ മുകളിൽ വൃത്തിയാക്കാം. വേണ്ട, ആദ്യം താഴെ. അല്ല, ഞാൻ അത് പിന്നീട് വന്ന് വൃത്തിയാക്കാന്നേ. ഹണി, പ്ലീസ് പ്ലീസ് പ്ലീസ്, എനിക്ക് മുകളിൽ ജോലി താ. മുകളിൽ ജോലി ചെയ്യണമെന്നോ? മുകളിൽ ഇപ്പോ ശരിയെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, മുകളിലത്തെ സീലിംഗ് ഒക്കെ ഒന്ന് വൃത്തിയാക്കേ. ഈ ഹണിക്ക് പകരം വെക്കാനായിട്ട് ഈ ലോകത്ത് മറ്റാരുമില്ല. ഓ, അല്ല, മുകളിലുള്ള സീലിംഗ് ഞാൻ എങ്ങനെയാ വൃത്തിയാക്കുന്നത്? അതെന്താ പോവാൻ പറ്റാത്തെ? നീ ജിന്നാന്നല്ലേ പറഞ്ഞേ. നിന്നെ കൊണ്ടപ്പോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നീ ശരിക്കും എന്റെ അടിമയാണെന്നുണ്ടെങ്കിലേ വേഗം സീലിംഗ് ഒക്കെ വൃത്തിയാക്കാൻ നോക്കേ. എന്താ? എന്നാ ശരി, ഓക്കെ. ഇവൻ ശരിക്കും നന്നായെന്നാ തോന്നുന്നത്. എന്റെ വീട് വൃത്തികേടായ ഞാൻ റിനോവേറ്റാ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അവിടെ തുടക്കേണ്ട അവസ്ഥ വരെ എത്തി. ഞാൻ പോയിട്ട് ആ ഫാൻ ഓൺ ചെയ്തിട്ട് വരാം. അങ്ങനെയാകുമ്പോ സണ്ണി വേഗം താഴെ എത്തും. അയ്യോ, വേണ്ട ഹണി, വേണ്ട. നീ എന്തുവാടാ ഈ ചെയ്യുന്നേ? മുഴുവൻ വെള്ളവും കളഞ്ഞല്ലോ. മേടം കണ്ടാലേ വഴക്ക് പറയുന്ന ഞങ്ങളെയാ. ദാ സണ്ണി, വേഗം വീണ വെള്ളമൊക്കെ വൃത്തിയാക്കാൻ നോക്കേ. ഇതാ കഴിഞ്ഞു. അത്രയല്ലോ. തീർന്നു. അയ്യോ, ഞാനും തീർന്നു. എടാ, ഇവൻ ശരിക്കും നന്നായെന്നാ എനിക്ക് തോന്നുന്നത്. കാരണം ഹണി പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും ഒട്ടും വിശ്വാസം വന്നിട്ടില്ല. എടാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഞാൻ നന്നായി കഴിഞ്ഞു. ഹണി, ഇപ്പോഴെങ്കിലും റൂം ഞാൻ ഒന്ന് വൃത്തിയായിക്കോട്ടെ. വേണ്ട, മോളിൽ എന്റെ മുറി പോയിട്ട് അവിടെ ഇരിക്കുന്ന ഫുട്ബോൾ എടുത്തിട്ട് വാ. എന്നിട്ട് വാ, നമുക്ക് പുറത്തു പോയി കളിക്കാം. ശരി, ഞാൻ ഇപ്പൊ പോയി കൊണ്ടുവന്നേക്കാം. ഇവ മോളിൽ പോകുന്നതിന് ഇത്രയും സന്തോഷിക്കേണ്ട കാര്യം എന്താ? എനിക്കെന്തോ ഒരു സംശയം തോന്നുന്നു. വാ, നമുക്ക് പോയി നോക്കിട്ട് വരാം. ഹണി എവിടെയായിരിക്കും വൈരം കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത്? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഓ, ഇവിടെ എങ്ങും കാണുന്നില്ല. ഇവനിത് എവിടെയാ വച്ചിരിക്കുന്നത്? ചേടാ, ഇവനിത് എവിടെയാ വച്ചിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇവിടെ എങ്ങും അത് കാണുന്നുമില്ല. സണ്ണി, നീ ഇത് എന്തായി ചെയ്യുന്നേ? നിങ്ങളെല്ലാം കൂടി ചേർന്ന് എന്നെ പറ്റിക്കാൻ നോക്കിയതാണല്ലേ. ഫുട്ബോൾ വേറെ എവിടെയാ ഉള്ളത്? ഇവിടെ എങ്ങും കാണാനില്ല. ഫുട്ബോൾ ദാ ഇവിടെ ഉണ്ട്. നീ എവിടെ പോയി അന്വേഷിച്ചത്? റൂം ആകെ വൃത്തികേടാക്കി. കൂട്ടുകാരെ, ഇവിടെ എന്തോ ഒരു കള്ളക്കളി നടക്കുന്നുണ്ട്. കൊച്ചലിയ, അതിന് നമ്മൾ ഫുട്ബോൾ കളി തുടങ്ങിയില്ലല്ലോ. എങ്കിലും കള്ളക്കളി കളിക്കാൻ പറ്റൂ? സത്യം പറ സണ്ണി, നീ എന്താ നോക്കിയത്? ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. മതി അഭിനയിച്ചത്. ഞാൻ ബോളല്ല അന്വേഷിച്ചത്. എനിക്ക് വേണ്ടത് ആ വൈരമാണ്. അതേതാണ് വൈരം? ഏത് വൈരമെന്നോ? കിട്ടി ഹണി കൊടുത്തില്ലേ, അത് തന്നെയാണ്. എനിക്ക് എന്തായാലും അത് വേണം. കാരണം അതിടാനുള്ള അർഹത എനിക്ക് മാത്രമേ ഉള്ളൂ. കാരണം കിട്ടി എന്റെ ഫ്രണ്ടാണ്. നീ എന്നെ ഇപ്പൊ എന്തൊക്കെ ചെയ്താലും ആ വൈരം പെട്ടിക്കകത്തുണ്ടെന്നുള്ള കാര്യം എന്നെ കൊന്നാലും ഞാൻ പറയില്ല. അത് ശരി, പെട്ടിയിലോ? കൊച്ചളിയ, അവനെ പെട്ടി എടുക്കാതെ നോക്കണം. അത് വളരെ വിലപിടിപ്പുള്ള വൈരമാണ്. കാരണം അത് എനിക്ക് കിട്ടി തന്നതാണ്. നീ നിക്കവിടെ.
എടാ ഈ വൈരങ്ങ് മറന്നു കളഞ്ഞേക്ക്. ഇനി ഇത് എനിക്ക് സ്വന്തമാണ്. എനിക്ക് കിട്ടിയ വൈരം നീ തട്ടിയെടുക്കാൻ നോക്കുന്നോ? ഞാൻ ആരെന്ന് നിനക്ക് ഇപ്പൊ കാണിച്ചുതരാം. എടാ വൈരം എവിടെന്ന് പറയടാ. ഇതാണ് എനിക്ക് കിട്ടി സമ്മാനമായിട്ട് തന്ന വൈരം. ഞാൻ ഈ പാവയുടെ കാര്യമാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചത് നിനക്ക് കിട്ടി തന്ന വൈരമല്ലേ? ആ വൈരമാണ് എനിക്ക് വേണ്ടത്. എനിക്കത് കിട്ടിയേ മതിയാകൂ. ഈ സണ്ണിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. കിറ്റി തന്ന സമ്മാനം നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാനാണ് ഇവൻ വന്നിരിക്കുന്നേ. എടാ ഇവൻ ശരിക്കും നന്നായെന്നാ എനിക്ക് തോന്നുന്നത്. കാരണം ഹണി പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നുണ്ട്. അത് വൈരമായാലും എന്ത് കുന്തമായാലും കിറ്റി എന്ത് തന്നാലും അത് എനിക്ക് സ്വന്തമാണ്. ഇതെനിക്ക് കിട്ടി സമ്മാനമായിട്ട് തന്നതാണ്. മര്യാദക്ക് അതിനെ വിടാൻ നോക്ക്. അല്ല എന്താ ഇവിടെ നടക്കുന്നത്? സണ്ണി നീ എന്തിനാ ഹണിയോട് തല്ലുകൂടുന്നത്? നീ എനിക്ക് സമ്മാനം തന്നത് ഇവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ദാ പാവന്റെ തട്ടിപ്പറിക്കാൻ നോക്കുവാൻ. അത് ശരി, അപ്പൊ അതാണല്ലേ കാര്യം. സണ്ണി ഒരു പാഠം പഠിപ്പിക്കണമല്ലോ. ഇനി മേലിൽ അവൻ ആരോടും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഹണി എന്നെ സഹായിച്ചതുകൊണ്ട് ഞാൻ അവന് ഗിഫ്റ്റ് കൊടുത്തത്. അഥവാ നിനക്കും ഗിഫ്റ്റ് വേണമെങ്കിൽ നീ എന്നെ സഹായിക്കേ. പറയൂ കിട്ടി, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടാനായി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അടുത്ത ആഴ്ച എനിക്ക് വാലന്റൈൻസ് ഡേ കോമ്പറ്റീഷൻ ആണ്. അതിന് നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? ഇല്ല, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്. ഞാൻ പോവാണ്. ഇപ്പൊ ഈ വൈരത്തിന് കുറച്ചുകൂടി തിളക്കം കൂടിയതുപോലെ ഉണ്ട്.